നേപ്പാളിൽ പുതിയ ഭരണാധികാരി വന്നു. നമ്മളൊരു തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു വഴിയിൽ നിൽക്കുകയാണ്. എന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഉറ്റുനോക്കുകയാണ്. അതിനിടയിൽ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പ് പോലെയുള്ള അത്രയേറെ ചൂട് വന്നുപോയും ഒക്കെ ഇരിക്കുകയാണ്. കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് ചിത്രം എന്തായിരിക്കും? കേരളത്തിൽ എന്നായിരിക്കും ഒരു തെരഞ്ഞെടുപ്പ്? ദൗസർ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നമ്മൾ ഇപ്പോൾ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ടും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഇതേപോലെ തന്നെ പല സ്ഥാനാർത്ഥികളെ CPM ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞ ദിവസം എന്ന് കരുതിയെങ്കിൽ പോലും പിന്നീട് അവർ പ്രഖ്യാപിക്കുന്നില്ല, തെരഞ്ഞെടുപ്പ് നീണ്ടുപോകുകയാണെന്ന് പറഞ്ഞു. അതേപോലെ കോൺഗ്രസും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്നു. ഇത്തവണ എന്തായിരിക്കും ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം? CPM-നെ സംബന്ധിച്ചിടത്തോളം CPM കണ്ണൂരിൽ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഒപ്പം ആലപ്പുഴയിൽ GS സുധാകരൻ ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ നിന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പതിവ് രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നും നിലവിലുണ്ടായിട്ടുമില്ല. എങ്ങനെയാണ് നമ്മളൊരു ചിത്രം? ഞാൻ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഇതുവരെയുള്ള ചിത്രം വെച്ചിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ എന്താണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള, മറ്റൊരർത്ഥത്തിൽ വളരെ ആകർഷകമായ രീതിയിലാണ്, വ്യത്യസ്തമായ രീതിയിലാണ് ഇത്രയും സഞ്ചരിച്ചിരിക്കുന്നത് ഇരു മുന്നണികളും. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടൊരു മൂഡിലേക്ക് കാര്യങ്ങളെത്തി. അതിനനുസരിച്ചിട്ടുള്ള അടവുകളും തടവുകളും ഇരു കൂട്ടരും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഈ പരസ്യം വന്നല്ലോ, PRDയുടെ പരസ്യം. അത് പഴയ കാലം പുതിയ കാലം എന്നതിന് ഒരു ഡ്യൂപ്പ് പത്രം ഇറക്കിയിട്ട് അതിനെ ശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട് പല ആളുകളും. PRDയുടെ പൊതുഖജനാവിൽ നിന്ന് പണം ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അവർക്ക് ആ വിമർശനം ഉന്നയിക്കാം. പക്ഷേ PRDയുടെ പണം ഇങ്ങനെ എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതിനകത്ത് ഒരു വലിയ സ്വഭാവത്തിൽ ക്രിയേറ്റിവിറ്റി അതിനകത്തുണ്ട്. നിശ്ചയമായിട്ട് ഒരു ക്രിയേറ്റിവിറ്റി അതിനകത്തുണ്ട്. അപ്പോൾ ആ നിലക്ക് CPM അല്ലെങ്കിൽ LDF ഭാഗത്തു നിന്ന് സാധാരണഗതിയിൽ കാണാത്ത തരത്തിലുള്ള ക്രിയേറ്റീവ് സ്ട്രൈക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇരുണ്ട കാലം എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് തന്നെ അവർ തുടങ്ങി. ഇങ്ങനെയൊന്നും സാധാരണ CPM ചെയ്യാറില്ലാത്തതാണ്. അപ്പോൾ പ്രചാരണ രംഗത്ത് പുതിയ അടവുകൾ, സാധാരണഗതിയിൽ പരിചയമില്ലാത്ത രീതികളും ശൈലികളൊക്കെ സ്വീകരിക്കപ്പെടുന്നു. അതാണെങ്കിൽ വളരെ ചീപ്പല്ല, അതും കൂടെ മനസ്സിലാക്കണം. അത്ര ചീപ്പായ പരിപാടിയാണെന്ന് പറയാൻ പറ്റില്ല. ക്രിയേറ്റീവാണ്, പ്രൊഫഷണലാണ്, കുറച്ചും കൂടെ പുതിയ ജനറേഷനായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിലാണ്. അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇലക്ഷൻ കോമ്പറ്റീഷൻ ഇവിടെ നടക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പുറത്ത് UDF അവർ വെറുതെ ഇരിക്കുമല്ല, അവരുടെ പുതുയുഗ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ തോതിൽ ആളുകൾ, ഇപ്പോൾ സമാപനമാണ്, വലിയ തോതിൽ ആളുകൾ ആകർഷിക്കുന്നത്. ഞാൻ ഇവിടെ കോഴിക്കോട് 1-2 സ്ഥലങ്ങൾ ഞാൻ കണ്ടിരുന്നു. വൻ ജനക്കൂട്ടമുണ്ടായിരുന്നു, ഒരു സംശയമില്ല. പക്ഷേ തെക്കൻ കേരളത്തിൽ അത്ര ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷ. പക്ഷേ അതുമല്ല, തെക്കൻ കേരളത്തിൽ വലിയ തോതിൽ ജനക്കൂട്ടം വന്നു ചേരുന്നുണ്ട്. അപ്പോൾ അവർ നല്ല മൂഡിലാണ്. നല്ല മൂഡിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം ലോക്കൽ ബോഡി ഇലക്ഷൻ തന്നെയാണ്, അതിലുണ്ടായിട്ടുള്ള റിസൾട്ട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ UDF പൊതുവെ അവരുടെ രീതി, അതിൽ കൂടുതലും കോൺഗ്രസ്സാണ്. അവർ വിജയിക്കാൻ സാധ്യതയില്ല എന്ന് അവർ വിചാരിക്കുന്ന മണ്ഡലങ്ങൾ അവർ അങ്ങ് അവഗണിച്ചേക്കും. അതിന് ഏതെങ്കിലും ആളെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘടകകക്ഷിക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കും. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് കുരുവട്ടൂർ എന്ന് പറയുന്ന പഞ്ചായത്തിൽ എലത്തൂർ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ UDFൻ്റെ സ്ഥാനാർത്ഥി ആരാന്നറിയോ? NCK എന്നോ എന്തോ പറഞ്ഞിട്ടൊരു പാർട്ടി ഉണ്ടാക്കിയില്ലേ നമ്മൾ, മാണി സി കാപ്പൻ്റെ പാർട്ടിയുടെ ഒരാൾക്കാണ് എലത്തൂരിൽ ഇത് കൊടുത്തിരിക്കുന്നത്. ആർക്കും അറിയാത്ത ഒരാൾ അങ്ങനെ അങ്ങിട്ടേക്കും. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴെന്താ സംഭവിച്ചെന്നറിയോ? ആ എലത്തൂർ മണ്ഡലത്തിൽ ഭൂരിപക്ഷം ആർക്കാണ്? UDFനാണ്. അപ്പോൾ ഈ കുരുവട്ടൂർ പഞ്ചായത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ട് UDF പിടിക്കുകയാണ്. അപ്പോൾ ആഹ്ലാദ പ്രകടനം നടക്കുന്നില്ല എന്നാൽ ഇവർ തരിച്ചുപോയി. മര്യാദയ്ക്ക് ഒരു ആഹ്ലാദ പ്രകടനം നടക്കുക 3-ാം ദിവസമാണ്. കാരണം ആഹ്ലാദ പ്രകടനത്തിന് അവർ മാനസികമായിട്ട് ഒരുങ്ങിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കേൾക്കണം എന്താ അറിയോ, നല്ല എലത്തൂർ നല്ല മികച്ച കാൻഡിഡേറ്റിനെ ഇവർ നിർത്താൻ പോകണം. നിജേഷ് അരവിന്ദനെ, അല്ലെ വിദ്യാബാലകൃഷ്ണനെ, കോൺഗ്രസ് ആ പാർട്ടി ഇവിടെ ആർക്കറിയാം. അപ്പോൾ കോൺഗ്രസ് സീരിയസ് ആയി എടുത്തു. ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ തളിപ്പറമ്പ് സാമാന്യമായിട്ട് കോൺഗ്രസ് പരിഗണിക്കേണ്ടതില്ലാത്തൊരു സീറ്റാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ തളിപ്പറമ്പ് ലോക്കൽ ബോഡി ഇലക്ഷൻ നല്ല പെർഫോമൻസാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സുധാകരൻ ഭൂരിപക്ഷമാണ് അവിടെ. ശ്യാമളയാണ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് കൂടി അറിഞ്ഞുകൊണ്ട് ഒരു കോൺഗ്രസ് കൂടി ഉഷാറായിട്ടുണ്ട്. അതിനിടയിൽ CPM-നുള്ളിൽ തന്നെ CPM-നുള്ളിൽ പ്രശ്നവും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ അവിടെ മത്സരിക്കുന്നു. ഈ ആന്തൂർ വിവാദത്തിൽ പേര് പറയപ്പെട്ടൊരു സ്ത്രീ, അങ്ങനെയൊക്കെയുള്ള എലമെൻ്റ് വരികയാണ്. പയ്യന്നൂർ സാധാരണ കോൺഗ്രസ് മൈൻഡ് ചെയ്യാനൊരു സാധ്യതയില്ലാത്തതാണ്. പക്ഷേ ഈ
ഈ രക്തസാക്ഷി കുഞ്ഞികൃഷ്ണൻ വിവാദം, രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടതൊക്കെ വന്നപ്പോൾ അങ്ങനെ സാധാരണ കോൺഗ്രസ് പരിഗണിക്കാത്ത മണ്ഡലങ്ങളിൽ വരെ അവരെന്താണ് സീരിയസ് ആയി എടുത്തിരിക്കുകയാണ്. പേരാവൂർ നോക്കും, പേരാവൂർ RSP അല്ല, പേരാവൂരില്ല, നമ്മുടെ ശൈല ടീച്ചറെ മണ്ഡലം ഉണ്ടല്ലോ, മട്ടന്നൂർ RSPക്കാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അത് കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കാൻ പോകുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ അവരെല്ലാ മണ്ഡലങ്ങളും സീരിയസ് ആയിട്ട് കാണുന്നു. എല്ലാ മണ്ഡലങ്ങളിലും അത് ഏതോ നിലക്കുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു എന്നുള്ളത് അത് എന്താ പറയുക, ഒരു കോൺഫിഡൻസ് ലെവൽ വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ഇപ്പുറത്ത് LDF എന്താണ് ചെയ്യുന്നത് വെച്ചാൽ LDF എന്നുള്ളതിനേക്കാൾ ഞാൻ കാണുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റാണ് ഇലക്ഷൻ നയിക്കുന്നത്. PRDA ഉപയോഗിച്ചിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള മൂവുകൾ, ഇപ്പോൾ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ടണലിൻ്റെ ബ്ലാസ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ വരുന്നു. ആ വരുന്ന വഴിക്ക് അദ്ദേഹം കാന്തപുരത്ത് കാണുന്നു. അതിൻ്റെ തലേദിവസം കാന്തപുരത്തിൻ്റെ യുനാനി കോളേജിന് എയ്ഡഡ് സ്റ്റാറ്റസ് കൊടുക്കുന്നു. ജിഫ്രി തങ്ങൾക്ക് അവാർഡ് കൊടുക്കാൻ പിണറായി വിജയൻ തന്നെ സന്നദ്ധമാവുന്നു. അപ്പുറത്ത് IB ഗോപിനാഥിനെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാക്കുന്നു. ഇങ്ങനെ ഈ പിണറായി വിജയൻ്റെ ഒരു ക്രാഫ്റ്റ് ഉണ്ടല്ലോ, പൊളിറ്റിക്കൽ ക്രാഫ്റ്റ്, എല്ലാ വിഭാഗത്തെയും നേരിട്ട് തന്നെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യും. അദ്ദേഹം നേരിട്ട് അവരുമായിട്ടുള്ളൊരു കോണ്ടാക്റ്റ്, ഒരു ഹോട്ട് ലൈൻ ഉണ്ടാക്കിയിരിക്കും. അത് സാമുദായികമാകട്ടെ, ജാതീയമാകട്ടെ, സാമൂഹിക വിഭാഗങ്ങളാകട്ടെ, അത്തരം എല്ലാ വിഭാഗങ്ങളുമായിട്ടും ഡയറക്റ്റ് കണക്റ്റ് എപ്പോഴും നിലനിർത്തുന്ന ഒരാളാണ്. ആ നിലക്കുള്ള മൂവുകൾ ഇപ്പോൾ IB ഗോപിനാഥിൻ്റെ വിഷയത്തിൽ പിണറായി വിജയൻ നേരിട്ടാണ് ഇടപെടുന്നത്. പാർട്ടി സെക്രട്ടറി അല്ല, പിണറായി വിജയൻ നേരിട്ടാണ് ഇടപെടുന്നത്. അപ്പോൾ അത് നേരത്തെ കരുണാകരനൊക്കെ പ്രാക്ടീസ് ചെയ്തൊരു പൊളിറ്റിക്സ് കൂടെയാണത്. അതിൻ്റെ ഒരു കഴിവ് പിണറായി വിജയനുണ്ട്. സമാനമായിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് കേട്ടോ VD സതീശനും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വിഭാഗം ആളുകളുമായിട്ടും അദ്ദേഹം നേരിട്ട് ഇടപഴകുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പെന്തക്കോസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് വിഭാഗം, അതിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. അതിൽ ഓരോ വിഭാഗങ്ങളുമായിട്ടും ഹോട്ട് ലൈൻ നിലനിർത്തിയിട്ടുള്ള ആളാണ് VD സതീശൻ എന്ന് പറയുന്നത്. അങ്ങനെ സമൂഹത്തിലെ എല്ലാ ധാരകളിലും പെട്ട സാമൂഹികമോ രാഷ്ട്രീയമോ സാംസ്കാരികമോ മതപരമോ ജാതീയമോ ഒക്കെ ആയിട്ടുള്ള സർവ്വവിഭാഗങ്ങളുമായിട്ടും എൻഗേജ് ചെയ്യുന്ന തരത്തിൽ ഒരേ സമയം മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ VD സതീശനും അവർ മത്സരിച്ച് മുന്നേറുന്നുണ്ട്. അത് ജനാധിപത്യത്തിൻ്റെ നന്മയായിട്ട് കൂടിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ മികച്ച രണ്ട് പടയാളികളാണ്, അതിലൊരു സംശയമില്ല. മികച്ച രണ്ട് പടയാളികളാണ് നയിക്കുന്നത്. പക്ഷെ അതിൽ മിസ്സാവുന്ന CPM മിസ്സാവുന്ന വെച്ചാൽ പാർട്ടിയാണ്. ഈ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പാർട്ടി സംഘടന എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വലിയ കൺഫ്യൂഷനുണ്ട്. ഷിത പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ CPMൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സംഘടനാ പ്രശ്നങ്ങൾ കണ്ണൂരിൽ നിന്ന് വരുന്നു, കണ്ണൂർ പോലെയുള്ള ശക്തി കേന്ദ്രത്തിൽ നിന്ന് വരുന്നു, പാലക്കാട് നിന്ന് വരുന്നു, ആലപ്പുഴയിൽ നിന്ന് വരുന്നു. അത് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കപ്പെടുന്നതല്ല. പാർട്ടിയെ നയിക്കുന്നതിൽ, പാർട്ടി സംഘടനയെ ഒരുപക്ഷെ ഇലക്ഷന് പ്രിപ്പയർ ചെയ്യുന്നതിൽ പോലും പാർട്ടി നേതൃത്വം പരാജയപ്പെടുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഗോവിന്ദൻ മാഷുടെ റോള് അതിഗംഭീരമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം നടത്തുന്ന പത്രസമ്മേളനങ്ങൾ എങ്ങനെയാണ് പാർട്ടിക്ക് ദോഷം ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ എന്താ പറയുക പരമപുച്ഛഭാവത്തോടുള്ള സംസാരവും പരിഹാസച്ചിരിയും അത് ഈ പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ഡാമേജിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ പോയി സംസാരിച്ചപ്പം ഈ സൈബർ എന്നാണ് ലോകത്തുള്ള പാർട്ടിക്കാരായ ഒരുപാട് ആളുകൾ എന്നെ ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചു. ഇതേ കാര്യമല്ലേ G. സുധാകരൻ പറഞ്ഞത്? ഇതേ കാര്യമാണ് G. സുധാകരൻ പറഞ്ഞത്. അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് പറയാൻ ഈ മനുഷ്യൻ്റെ പരിഹാസച്ചിരിയാണ് കാര്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ പാർട്ടി സംഘടനയെ എത്രത്തോളം പാർട്ടി സംഘടന ഇതിനു വേണ്ടി എക്വിപ്പ് ചെയ്യുക എന്നുള്ളതല്ല, പാർട്ടി സംഘടന ദുർബലമായി നിൽക്കുകയാണ്. അപ്പോൾ അതിൽ ഈ മനുഷ്യൻ്റെ പാർട്ടി സെക്രട്ടറിയുടെ സംഭാവന എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ആളുകൾ ആലോചിക്കേണ്ടതാണ്. ഇത് പല സന്ദർഭങ്ങളിൽ സംഭവിച്ചതാണ്. നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് ഓർമ്മയില്ലേ? നിലമ്പൂർ ഇലക്ഷന് വേണ്ടി പാർട്ടിയും മുഖ്യമന്ത്രിയും സംവിധാനങ്ങളൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹം ആ ഇലക്ഷന് 2 ദിവസം മുമ്പാണ് അഭിമുഖം കൊടുക്കുന്നത്. RSSുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു. ഈ അഭിമുഖം നടത്തുന്ന അഭിമുഖകാരൻ അന്തം വിട്ടിട്ട് ആ പറഞ്ഞതിൽ അപകടം ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോഴും അദ്ദേഹം ധാർഷ്ട്യഭാവത്തിൽ അത് ഉറച്ചു നിൽക്കുക. അതൊന്നൊരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. ഇത്രയും കോൺഫിഡൻസോടുകൂടി ഈ ഭാവത്തിൽ ഇത് പറയാൻ അദ്ദേഹത്തിന് എന്താ കഴിയുന്നത്? താൻ ആന്തൂരിൽ അന്തോണിയോ ഗ്രാംഷിയാണെന്ന് അദ്ദേഹം സ്വയം വിചാരിക്കുകയാണ്. അങ്ങനെ വിചാരിക്കുന്നൊരു മനുഷ്യനാണ്. അങ്ങനെ അദ്ദേഹം വിചാരിക്കുന്ന അദ്ദേഹത്തെ മാത്രം ഞാൻ കുറ്റം പറയില്ല. കാരണം അദ്ദേഹം അങ്ങനെ എന്തോ ഒരു സംഭവമാണ് എന്ന് അദ്ദേഹത്തിന് അനുയായികൾ പറഞ്ഞങ്ങ് പൊലിപ്പിച്ച് വെച്ചു. ഇപ്പോൾ മുമ്പ് ഈ KEൻ്റെ സ്വത്ത് വിവാദ കാലത്തൊക്കെ എന്തൊക്കെയോ ലേഖനം, കുറേ പദാവലികൾ, സാങ്കേതിക പദാവലികൾ
വിലക്ഷണമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചുകൊണ്ട് ചില ലേഖനങ്ങളൊക്കെ എഴുതി അതെന്തോ സൈദ്ധാന്തികമായുള്ള സംഗതികളാണെന്ന് ആളുകൾ വിചാരിച്ചു. അങ്ങനെ ആളുകൾ അദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ തോന്നി അങ്ങനെ ഒരാളാണ്, ഞാനൊരു ആന്തൂരിൽ നിന്ന് വന്ന ഒരു അന്തോണിയോ ഗ്രാംഷിയാണെന്ന് അദ്ദേഹം വിചാരിക്കുന്നു. അങ്ങനെ ഞാനത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും സത്യം എന്നുള്ള നിലക്ക് ആ പുച്ഛഭാവത്തിൽ, ആ ധാർഷ്ട്യഭാവത്തിൽ ഈ മനുഷ്യൻ സംസാരിക്കുകയാണ്. അത് പാർട്ടിക്കുണ്ടാകുന്ന ഡാമേജ് എന്താണെന്ന് ആ പാർട്ടിയുടെ ആളുകൾ മനസ്സിലാക്കുന്നില്ല. സുധാകരൻ പറഞ്ഞപ്പോഴെങ്കിലും അത് മനസ്സിലാക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ പാർട്ടിയല്ല നയിക്കുന്നത്, പിണറായി വിജയനാണ് നയിക്കുന്നത്. അദ്ദേഹം വളരെ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പുറത്ത് വി ഡി സതീശൻ വലിയ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വരട്ടെ, കാണാം. പാലക്കാട് ദിവസം പറഞ്ഞ എ വി ഗോപിനാഥിന്റെ കാര്യമായിരുന്നു അല്ലേ? അദ്ദേഹം ഉൾപ്പെടെ അപ്പോൾ അദ്ദേഹത്തിനാണല്ലോ ഗുരുവായൂർ പിണറായി വിജയൻ നേരിട്ട് ഇടപെടുകയാണ് ചെയ്തത് ആ പ്രശ്നത്തിൽ. അദ്ദേഹം കോൺഗ്രസ് പോകുന്ന ഒരാൾ, പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ സി പി എമ്മുമായി ധാരണയില്ലായിരുന്നു. പക്ഷേ സി പി എം വരെ തന്നെ പറ്റിച്ചു എന്നൊരു പരിഭവമുണ്ട്. പക്ഷേ ആ പരിഭവം പിണറായി വിജയൻ നേരിട്ട് വന്ന് പരിഹരിക്കുകയാണ്. നിലവിലുള്ള ചെയർമാനെ രാജിവെപ്പിച്ച് പുതിയ പദവി കൊടുത്തിട്ട്. അജിം സിബു പറഞ്ഞ പോലെ തന്നെ ഈ സാധാരണ നമ്മൾ കാണാറ് മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ പോലും പാർട്ടി ലീഡർ നയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുകളൊക്കെയാണ് സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ കാണാറുള്ളത്. ഇപ്പം അത് ഇല്ല. ഇപ്പം നയിക്കുന്നത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അങ്ങനെയാണ് നയിക്കുന്നത് എന്നുള്ളത്. അതിനൊപ്പം എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ, സാമൂഹ്യ മാധ്യമങ്ങളിലെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഭയങ്കര രസമാണ്. ഇപ്പം പാട്ടുകൾ വന്നിട്ടുണ്ട്. വേടൻ്റെ നേതൃത്വത്തിലാണ് LDFന് വേണ്ടിയിട്ട് പാട്ട് വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ആർക്കാ ഒരു മുൻതൂക്കം കിട്ടിയിരിക്കുന്നത് നിലവിലൊരു ഇതിൽ? ഈ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് തീർച്ചയായിട്ടും LDFനാണ് മുൻതൂക്കം. അത് സോഷ്യൽ മീഡിയ മാത്രമല്ല, മൊത്തം മാധ്യമങ്ങളെ അടക്കി ഭരിക്കുന്ന രീതിയിൽ ആ പ്രചാരണം മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ UDF സംവിധാനം നിലവിലുന്ന 80കളിലാണല്ലോ. ഇപ്പോൾ UDF LDFുമായിട്ട് തിരിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, UDF എപ്പോഴും പറയുക വലിയ വികസന പദ്ധതികളെ കുറിച്ചാണ്. കേരളത്തിൽ അത് വേണം, ഇത് വേണം. കേരളത്തിൽ വൻ വികസന പിന്നോക്കാവസ്ഥയാണ്. അതിന് കാരണം ഈ കമ്മ്യൂണിസ്റ്റുകാർ സമരം ചെയ്യുന്നതുകൊണ്ടാണ്. ഇവന്മാർക്ക് കാരണം ഇവിടെ ഒരു വികസന പ്രവർത്തനത്തിൽ ഇതാണ് ഒരു 80 തൊട്ട് ഒരു 2010 വരെയുള്ള കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചിത്രം. UDF എന്ത് പറയും? ഇവന്മാർ കാരണം ഒരു വികസനം ഇവിടെ വരുന്നില്ല, ഇവിടെ വികസനം നടക്കുന്നില്ല എന്ന് പറയും. അതിൻ്റെ ചാമ്പ്യനായിരുന്നു ഉമ്മൻചാണ്ടി. വികസനത്തിൽ രാഷ്ട്രീയം പാടില്ല എന്ന് ആവർത്തിച്ച് പറയും. ഇപ്പോൾ വികസനത്തിൽ രാഷ്ട്രീയം പാടില്ല എന്ന് അദ്ദേഹം പറയുന്നത് എന്താർത്ഥത്തിലാണെന്ന് അറിയില്ല. അപ്പോൾ അതിനെ തിരിച്ച് CPM എന്താ ചെയ്യുക? പരിഹസിക്കുകയാണ് ചെയ്യുക. വികസനത്തിൽ രാഷ്ട്രീയമുണ്ട്, എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രീയമുണ്ട്, എല്ലാ വികസന പദ്ധതികളെയും രാഷ്ട്രീയമായി ചോദ്യം ചെയ്യപ്പെടണം എന്നായിരുന്നു CPMൻ്റെ നിലപാട്. നമ്മൾ ഈ 5 വർഷം കഴിഞ്ഞ് 2016 കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഉമ്മൻചാണ്ടിയുടെ ആ സിദ്ധാന്തം ആരേറ്റെടുക്കുന്നു? പിണറായി വിജയൻ ഏറ്റെടുക്കുന്നു. അദ്ദേഹം ഇതുപോലുള്ള മെഗാ പ്രൊജക്റ്റുകൾക്ക് പിന്തുണ കൊടുക്കുന്നു. ഏറ്റവും നല്ല ഉദാഹരണം വിഴിഞ്ഞം. എന്ന് മാത്രമല്ല, ആ ഉമ്മൻചാണ്ടി മുന്നോട്ട് വയ്ക്കുന്ന വികസനം മെഗാ പ്രൊജക്റ്റുകൾ കൊണ്ടുവരണം, അങ്ങനെ കേരളത്തിൽ വികസനം കൊണ്ടുവരുന്നത് ഉമ്മൻചാണ്ടിയുടെ. അത് പിണറായി വിജയൻ ഏറ്റെടുക്കുകയും പിണറായി വിജയൻ അത് വളരെ ഫലപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അദ്ദേഹം വിഴിഞ്ഞം പൂർത്തിയാക്കുന്നു, മെട്രോ ഉദ്ഘാടനം ചെയ്യുന്നു, അതുപോലെ ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാക്കുന്നു. പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന, ഏതാണ്ട് 50 വർഷമായി മുടങ്ങിക്കിടക്കുന്ന ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകുന്നു. ഇതിൽ പിണറായി വിജയനെ പറ്റി ഒറ്റപ്പാളിച്ച എന്ന് പറയുന്നത് ഈ നാഷണൽ ഹൈവേ പൂർത്തിയാക്കാൻ കഴിയുന്നതിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളതാണ്. അത് പൂർത്തീകരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം അത് ആര് നടപ്പാക്കുന്നു? നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് നടപ്പാക്കുന്നത്, കേന്ദ്രമാണ് ഫണ്ട് തരുന്നത്, അതൊക്കെ വിടുക. ഇതിവിടെ നടപ്പാക്കി കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇതിന് ഷോക്കേസ് ചെയ്യാമായിരുന്നു. അത് ഈ സർക്കാർ ഒരു തിരിച്ചടിയായിട്ടാണ് ഞാൻ. പക്ഷേ എന്നിരുന്നാൽ പോലും അത് ഒരു മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. എത്താത്തൊരു സംഗതിയായിരുന്നു, പറയാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം, പിണറായി വിജയൻ കഴിഞ്ഞ 2020 കോവിഡിൻ്റെ സമയത്ത്, പിന്നെ 2001 തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. അപ്പോൾ 2020 അദ്ദേഹത്തിൻ്റെ ഒരു ടെന്യൂർ പൂർത്തിയാക്കുമ്പോൾ പിണറായി വിജയൻ്റേതെന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നില്ല. ആ 2021 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഈ അതിവേഗ റെയിൽ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിവേഗ റെയിൽ പ്രഖ്യാപിക്കുന്നത് അത് നടപ്പാവുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ കേന്ദ്രം അത് വെട്ടി. ഇപ്പോൾ അതൊരു റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റത്തിൻ്റെ പുതുക്കി കൊടുത്തിട്ടുണ്ട്. അത് വരുമില്ല നമുക്കറിയില്ല. അത് തുടക്കം കുറിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതെങ്കിലും തുടക്കം കുറിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായ ഒരു പദ്ധതി എന്ന് പറഞ്ഞ് മുന്നോട്ട് വയ്ക്കാമായിരുന്നു. അതില്ല. അപ്പോഴാണ് അത് വെട്ടുന്ന സമയത്താണ്, അത് 2021 തന്നെ കേന്ദ്രത്തിൻ്റെ എതിർപ്പ് ഉയരുകയും UDF ഇവിടെ തന്നെ രാഷ്ട്രീയമായി എതിർക്കുകയും ചെയ്ത സമയത്താണ് ഈ മേപ്പാടി തുരങ്കപാത പ്രഖ്യാപിക്കുന്നത്. അത് ഇത്തവണ എന്ത് ചെയ്യുന്നുണ്ട്? ഡ്രില്ലിംഗ് നടത്തി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെഗാ പ്രൊജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ ഷോക്കേസ് ചെയ്യാതെ ഇതിന് പറ്റുന്നുണ്ട്. ഇനി ഗവേണൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ സർക്കാരിനെ സംബന്ധിച്ച് ഒരു മോശം സർക്കാർ എന്നൊന്നും പറയാൻ കഴിയില്ല പിണറായി വിജയൻ സർക്കാരിന്.
പിണറായി വിജയൻ സർക്കാരിനെ മോശമാക്കുന്നത് അതിൻ്റെ ഗവേണൻസോ അതിൻ്റെ ഒരു വികസന കാഴ്ചപ്പാടോ അല്ല. പിണറായി വിജയനെ മോശമാക്കുന്നതും അതിനെ വിമർശനത്തിന് വിധേയമാക്കുന്നതും അതിൻ്റെ ചില പോളിസികളാണ്. അത് പ്രധാനമായും ആഭ്യന്തര വകുപ്പാണ്. അങ്ങനെ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് ഇതിനെ മോശമാക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ജനങ്ങളുടെ മൂഡ് ഈ സർക്കാരിനെ ഓഡിറ്റ് ചെയ്യലോ സർക്കാർ മോശമാണെന്ന് പറയുക അതല്ല. ചില കമ്മ്യൂണിറ്റികളുടെ ആത്മാഭിമാനം, അന്തസ്സ്, ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കുക. അത് ഏതൊക്കെ കമ്മ്യൂണിറ്റിയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്ഥാനത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഈ പ്രശ്നം കഴിഞ്ഞ 5 വർഷമായിട്ട് അവരത് പ്രകടിപ്പിക്കുന്നുണ്ട്. അത് പല രീതിയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും തെളിഞ്ഞിട്ടുണ്ട്. ഇനി കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കമ്മ്യൂണിറ്റി ഈഴവ കമ്മ്യൂണിറ്റിയാണ്. ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, ശിവഗിരി മഠത്തിൽ ഇന്ന് രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തുകയാണ്. അതൊരു എപ്പിക് മൊമെൻ്റായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരു 77-78 കാലം മുതൽ 80കളുടെ തുടക്കം മുമ്പ് തന്നെ ഈഴവ കമ്മ്യൂണിറ്റിയുടെ കോൺഗ്രസിനും ഈ കോൺഗ്രസിനുള്ള പിന്തുണ ഏറെക്കുറെ ഇല്ലാതാവുകയും അത് പൂർണ്ണമായും ഒരു CPM വോട്ട് ബാങ്കായി മാറുകയും ചെയ്തു. കാരണം ശങ്കറിൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ആ പിന്തുണയൊക്കെ പിന്നെ കൊഴിഞ്ഞു വന്ന് പൂർണ്ണമായി ഈഴവ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു LDF വോട്ട് ബാങ്കായി മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ 80 തൊട്ട് ഇതിപ്പോൾ 2026 ഇത്രയും കാലത്തെ 46 വർഷത്തെ ഒരു കാലയളവിനുള്ളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ സോണിയാഗാന്ധിയോ ആരെങ്കിലും ഈ ശിവഗിരി മഠത്തിലേക്ക് പോകുന്ന കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈഴവ കമ്മ്യൂണിറ്റിയുടെ പരിപാടികൾ? ഇന്ന് രാഹുൽ ഗാന്ധി അതിൽ പങ്കെടുക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് തിലകം കുറിച്ചാർന്നു. ആ സ്വാമിയുടെ പേരെന്താ? സച്ചിദാനന്ദ സ്വാമി. തിലകം ചാർത്തി കൊടുക്കുന്നു. അതൊരു എപ്പിക് മൊമെൻ്റാണ്. അതിൻ്റെ കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ട് ബാങ്കിൽ നിന്ന് ധാരാളം വോട്ടുകൾ ഒലിച്ചുപോയെന്ന് CPM തന്നെ വിലയിരുത്തിയതാണ്. അത് പ്രധാനമായും പോകുന്നത് BJPയിലേക്കാണ്. അത് BJPയിലേക്കല്ല പോകേണ്ടത്, അത് ഞങ്ങൾക്ക് വേണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. എന്ന് മാത്രവുമല്ല, കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും മൊത്തം റെപ്രസെൻറ്റേഷൻ എടുത്താൽ, സ്ഥാനാർത്ഥികളുടെ റെപ്രസെൻറ്റേഷൻ എടുത്താൽ വളരെ പുവറായിരുന്നു. അത് കോൺഗ്രസ് തിരിച്ചറിയുകയും ഒരു ജില്ലയിൽ 2 പേരെങ്കിലും എന്നുള്ളതാണ്, 2 പേരെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഈഴവ സ്ഥാനാർത്ഥികൾ വേണം എന്ന തീരുമാനത്തിൽ അവർ അതിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഒരു ഫോക്കസ് പോയിൻ്റായിട്ട് ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തെ കാണണം. അത് ചെറിയ കാര്യമല്ല. അപ്പോൾ എല്ലാ കമ്മ്യൂണിറ്റികളിലുമുള്ള അസംതൃപ്തിയെ എന്ത് ചെയ്യുന്നു? തങ്ങളിലേക്ക് ചാനലൈസ് ചെയ്യാൻ അവർ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ അസംതൃപ്തി എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ ആത്മാഭിമാനവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഈഴവർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി, അത് ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനോ SNDP ഒന്നുമല്ല. നമ്മൾ സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ തന്നെ അറിയാം. അവരുന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം റെപ്രസെൻറ്റേഷനാണ്. ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ തന്നെ അതിനെ കരയോഗ മന്ത്രിസഭ എന്ന് വിളിച്ചത് ആരാണെന്ന് നമുക്കറിയാം. അപ്പോൾ കരയോഗ മന്ത്രിസഭ എന്ന് വിളിക്കാൻ കാരണമാകുന്നതാണ് ആ റെപ്രസെൻറ്റേഷനാണ്. ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് 10 മന്ത്രിമാരുണ്ടാവുക, അതിൽ ഈഴവ വിഭാഗത്തിലുള്ള അസംതൃപ്തി അവിടെയുണ്ട്. അതാണ് ഈ BJPയിലേക്ക് വോട്ട് കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെ കണ്ടെത്തി പരിഹരിക്കുക. ഇനി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എടുക്കുക, മറ്റൊരു പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റിയാണ്. അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു? കുടിയേറ്റ മേഖലയിലെ കർഷകരുടെ പ്രശ്നം, പ്രധാനമായും വന്യമൃഗശല്യം. ഈ വന്യമൃഗശല്യം എന്ന പ്രശ്നത്തോട് ഈ സർക്കാർ എങ്ങനെയാണ് പ്രതികരിച്ചത്? സർക്കാരിൻ്റെ കുഴപ്പമാണോ അതല്ല വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയുടെ പ്രശ്നമാണെന്ന് അറിയില്ല. ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആനയും പുലി ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ എന്താ ചെയ്യാനെന്ന ഭാവമാണ് അദ്ദേഹത്തിന് മാധ്യമങ്ങളുടെ മുമ്പിൽ. സത്യമല്ലേ? ആന ഇറങ്ങി ഞാൻ എന്ത് ചെയ്യാനാ എന്നാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു മന്ത്രി കൈകാര്യം ചെയ്ത വകുപ്പിനോട് ജനങ്ങൾക്ക് വലിയ തോതിലുള്ള അസംതൃപ്തിയുണ്ട്. ആ അസംതൃപ്തി മുതലെടുക്കാൻ VD സതീശൻ മറ്റ് പല മാർഗ്ഗങ്ങളിലൂടെ, അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി UDFയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വശത്ത് ഈ പറയുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ്, മറുവശത്ത് വികസനം ഷോക്കേസ് ചെയ്യുന്ന സർക്കാർ, ഇത് തമ്മിലുള്ള പോരാട്ടമാണ്. ഇതിൽ ആർക്കാണ് മേൽക്കൈ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ LDFനാണ് മേൽക്കൈ. പക്ഷേ മറ്റൊരു തലത്തിലുള്ള ഒരു അടിയൊഴുക്ക് നടക്കുന്നുമുണ്ട്.